ഖബറിലെ അത്ഭുതങ്ങളെ കുറിച്ചാണ്. ആ ഖബറിൽ ഉണ്ടാവുന്ന ശിക്ഷകളെ കുറിച്ചും ആ ഖബറിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അതിനുള്ള കവചങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം, നമുക്ക് മരണം സുനിശ്ചിതമാണ്. എന്തായാലും ഈ ലോകത്ത് നിന്ന് വിട പറയലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആദരമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ ദിവസങ്ങൾ ഓരോന്നും മനുഷ്യന്റെ അടുക്കൽ കടന്നു വന്നിട്ട് എല്ലാ ദിവസവും വിളിച്ചു പറയുമായിരുന്നു. ദിവസങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ യൗമൻ യഅതി ഇല്ലാ യഖൂലു ലിഇബ്നി ആദം ഇന്നി യൗമുൻ ജദീദ് وإني على ما يعمل في شهيد وإني إذا غربت الشمس لم يرجع إليك بعد اليوم إلى يوم القيامة. എല്ലാ ദിവസം വിളിച്ചു പറയുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു, നമുക്ക് സമയമില്ല. പാട്ടുപാടി രസിക്കാനുള്ളതല്ല ഇൽമിന്റെ മജ്‌ലിസ്, അല്ലെങ്കിൽ കളിതമാശ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല ഇൽമിന്റെ മജ്‌ലിസ്. ഖുർആൻ, അതുപോലെ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനങ്ങൾ, ഹദീസുകൾ, ഉലമാക്കളുടെ കിതാബിന്റെ ഇബാറത്തുകൾ കൊണ്ടാകണം നമ്മുടെ ഇൽമിന്റെ മജ്‌ലിസ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകന്റെ ഒരു അധ്യാപനമാകട്ടെ തുടക്കം നമ്മൾ തുടങ്ങി വെക്കുന്നത് ഒരു ഹദീസാണ്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് പഠിച്ചു വെക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ. ദിവസം എല്ലാ മനുഷ്യരോടും ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്, ഡെയിലി ആവർത്തിച്ചുകൊണ്ടിരിക്കും. قال رسول الله صلى الله عليه وسلم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലൈസ യൗമുൻ ഇല്ലാ യഅതി വയഖൂലു ലിഇബ്നി ആദം. എല്ലാ ദിവസവും മനുഷ്യരുടെ അടുക്കലിലേക്ക്, ആദം സന്തതികളുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ദിവസം വിളിച്ചു പറയുമത്രേ, ഇബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമക്കളെ, ഇന്നി യൗമുൻ ജദീദ്, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഏതൊക്കെ അമലുകളുണ്ടോ, ഏതൊക്കെ സൽക്രമങ്ങളുണ്ടോ, ഏതൊക്കെ തിന്മകളുണ്ടോ, അതെല്ലാം തന്നെ ഞാൻ സാക്ഷിയാണ്. നീ നമസ്കാരം നിലനിർത്തിയവനായാൽ, നീ നോമ്പ് പിടിച്ചവനായാൽ, നീ സകാത്ത് കൊടുത്തവനായാൽ, നീ പാവങ്ങളെ സഹായിക്കുന്നവനായാൽ, ആ നന്മകൾക്ക് മുഴുവനും ഞാൻ സാക്ഷിപത്രമാണ്. നീ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സകാത്ത് നൽകാതെ, ഹജ്ജാകുന്ന പരിപൂർണമായുന്ന അമല് നീ ചെയ്യാതെ നടക്കുന്നു കഴിഞ്ഞാൽ ആ തിന്മകൾക്കും ഞാൻ സാക്ഷിയാണ്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ ചെയ്യുന്ന സകലമായ പ്രവർത്തനങ്ങൾ അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ഞാൻ സാക്ഷിയാണെന്ന് ദിവസം മനുഷ്യനോട് ഡെയിലി വിളിച്ചു പറയുന്നുണ്ടെന്ന് ഹബീബ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡേറ്റ് എന്താ? 26 ഇംഗ്ലീഷ് മാസം. ഈ ഡേറ്റ് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? പറഞ്ഞത് ശരിയല്ലേ? നീ എന്ത് പ്രവർത്തിച്ചാലും ഞാൻ നിന്നിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു, നീ എന്ത് പ്രവർത്തിച്ചാലും ഞാൻ സാക്ഷിപത്രമാണ്, ഞാൻ സാക്ഷിയാണ്. ദിവസം പറയാൻ, ദിവസം റബ്ബിന്റെ മുന്നിൽ സാക്ഷി നിൽക്കും. നീ ഇന്ന നന്മ ചെയ്തത്, നീ ഇന്ന പാവപ്പെട്ടവന് കൊടുത്ത സദഖ, അത് 1 രൂപയായിരുന്നാലും, വീട്ടിലേക്ക് കടന്നു വന്ന പാവപ്പെട്ടതാകുന്ന വിധവകളുടെ കയ്യിലേക്ക് നീ നൽകിയതാകുന്ന സദഖ അത് കേവലം 1 രൂപയായിരുന്നാലും, എന്നിൽ നീ പ്രവർത്തിച്ചതാകുന്ന അമലുകൾക്ക് ഞാൻ സാക്ഷിപത്രമാണെന്ന് ദിവസം മാനവനോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് ദിവസം പറഞ്ഞു വെക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗാണ് പ്രസക്തം. നമ്മുടെ വിഷയവുമായി ബന്ധമതാണ്.